ഹായ് ഓൾ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂൾ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ നീറ്റ് എക്സാമിനുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് ആയിരിക്കണം, നോട്ട് ഹാർഡ് വർക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ സ്മാർട്ട് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എത്ര മണിക്കൂറാണോ പഠിക്കുന്നത് അത്രയും ടൈം നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കാം. വെറുതെ കുറേ സമയം ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല, ഉണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് കുറച്ച് സമയമാണെങ്കിലും ആ സമയം നമ്മൾ എഫക്റ്റീവായിട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാം. അതായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി. ഇനി നമുക്ക് ഓരോ ആസ്പെക്റ്റായിട്ട് പരിശോധിക്കാം. ഫസ്റ്റ്, ഉറക്കമായിരിക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ബുക്കിന് മുന്നിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് നീറ്റ് എക്സാം കഴിഞ്ഞതിനെ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങായിരിക്കും അല്ലേ. അപ്പം ഉറക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങണം, അതായത് എത്ര മിനിമം അവേഴ്സ് ഉറങ്ങിയാലാണ് അടുത്ത ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക, അത്രയും അവേഴ്സ് ഉറങ്ങിയാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 5 അവേഴ്സ് ഉറങ്ങിയാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം നന്നായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര മണിക്കൂർ ഉറങ്ങിയാൽ മതി. അല്ല, ഇനി നിങ്ങൾക്ക് 6 അവേഴ്സ് ഉറങ്ങണം, 5 അവേഴ്സ് മാത്രം ഉറങ്ങിയാലേ നിങ്ങൾക്ക് അടുത്ത ദിവസം തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 5 അവേഴ്സ് അല്ല, ഒരു 6 അവേഴ്സ് ഉറങ്ങിക്കും. അപ്പം അത് ഓരോരാളെ ഡിപ്പെൻഡ് ചെയ്യും. ചിലവർക്ക് കുറച്ച് ടൈം ഉറങ്ങിയാൽ മതിയായിരിക്കും, ചിലവർക്ക് കുറച്ച് അധികം ടൈം ഉറങ്ങേണ്ടി വരും. സോ അത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു ആണ്. ഓക്കെ, അടുത്ത ദിവസത്തെ പഠിത്തത്തിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല ഉറക്കം. അതുപോലെ തന്നെ ഒരിക്കലും ഉറക്കം കൂടാനും പാടില്ല. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, എത്ര മണിക്കൂർ ദിവസവും പഠിക്കണം, അതും ഓരോ ആൾക്കാരെ ഡിപ്പെൻഡാണ്. ബട്ട് എല്ലാവരും മാക്സിമം ഒരു 10 അവേഴ്സ് പ്ലസ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ നോക്കുക. 10 അവേഴ്സ് കൂടുതൽ എത്രയെന്നുള്ളത് നിങ്ങൾ ഡിപ്പെൻസ് ഓൺ യു. കാരണം അത് നിങ്ങളുടെ ഉറക്കവും പിന്നെ നിങ്ങൾ എടുക്കുന്ന ബ്രേക്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്തായാലും നിങ്ങൾ ഒരു 10 അവേഴ്സ് പ്ലസ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് ഏത് സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ രാവിലെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, ഉറക്കുന്നൊക്കെ എണീച്ചും നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇന്ന് ഞാൻ ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും, ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ രാവിലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് കമ്പാരിറ്റീവ്ലി ടഫായിട്ടുള്ള ടോപ്പിക്സോ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ ബ്രെയിനൊക്കെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ പറയുക, അത്ര പെട്ടെന്ന് എന്താ പറയുക ബോറടിക്കുമൊന്നുമില്ല. പക്ഷേ കുറച്ച് ഈവനിങ് ആവുന്ന സമയത്തേക്കും നിങ്ങൾ ഭയങ്കര സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു ടഫ് സാധനം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചതിന് നിങ്ങൾക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും അല്ലേ. അപ്പോൾ എപ്പോഴും രാവിലെ ഒരു ടഫ് ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ നല്ല ഈസി അങ്ങനെ പോവാം. പിന്നെ നമുക്ക് ചിലവർക്കുണ്ടാവും ജസ്റ്റ് ബയോളജി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബോറടിക്കും. അങ്ങനെയുള്ളവർ മിക്സ്ഡ് ആയിട്ട് പഠിക്കാം. കുറച്ച് സമയം ഫിസിക്സ്, കുറച്ച് സമയം കെമിസ്ട്രി, കുറച്ച് സമയം ബയോളജി, അങ്ങനെയുള്ള രീതിയിൽ പഠിക്കാം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബയോളജിക്ക് കുറച്ചധികം ടൈം എടുക്കുക. കാരണം നമുക്കറിയാം ബയോളജിയിൽ ചാപ്റ്റേഴ്സ് കൂടുതലാണ്, നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബയോളജി. സോ എപ്പോഴും ബയോളജിക്ക് കുറച്ചധികം ടൈം കൊടുക്കാൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് എല്ലാവരും ഇനിയുള്ള ദിവസത്തേക്ക് നിങ്ങളുടെ ഒരു ടൈം ടേബിൾ എന്തായാലും ഉണ്ടാക്കിയിരിക്കണം. കാരണം ടൈം ടേബിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഇല്ല വിചാരിച്ചോ, ടൈം ടേബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, പഠിക്കുന്നത്ര പഠിക്കട്ടെ, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, അങ്ങനെയുള്ളൊരു ഈസി വേ ആയിരിക്കും. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം സപ്പോസ് ഒരു 5 ചാപ്റ്റേഴ്സ് ഇന്ന് ഞാൻ പഠിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 5 ചാപ്റ്റേഴ്സ് തീർത്തിട്ടേ നിങ്ങൾ ഉറങ്ങാൻ പോവുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അടുത്ത ദിവസം ലാഗാവും, ഇങ്ങനെ ലാഗായത് ഇങ്ങനെ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്കൊരു ടെൻഷനൊക്കെ വരാൻ തുടങ്ങും. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടൈം ടേബിൾ എന്തായാലും ഉണ്ടാക്കാം. അതും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ ടോപ്പിക്സ് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നീറ്റ് മോക്ക് ടെസ്റ്റ് എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം ഈ നീറ്റ് മോക്ക് ടെസ്റ്റിൻ്റെ പ്രാക്ടീസ് നമ്മുടെ റിയൽ എക്സാമിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മളൊരു നീറ്റ് മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങളെ എക്സാമിൻ്റെ ടൈം അറിയാമല്ലോ, 2 to 5:20 ആണ് നിങ്ങളുടെ ടൈം. ആ ഒരു ടൈമിൽ തന്നെ എഴുതാൻ നോക്കുക. ഓക്കെ, അതൊരു റൂട്ടീനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വിൽ ബി വർക്കിംഗ് മോർ ആക്റ്റീവ്ലി വെൻ യു ഗോ ഫോർ ദ റിയൽ നീറ്റ് എക്സാം. ഒരിക്കലും ആ ഒരു 2 to 5:20 നിങ്ങൾ ഉറങ്ങരുത്. ഓക്കെ, അതൊരു റുട്ടീൻ, ആ ഒരു ഉച്ചവർക്ക് ഒരു റുട്ടീൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് എക്സാമിന് പോകുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ നിന്ന് ഉറക്കം വരും.
സോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ രാത്രി പഠിക്കണോ രാവിലെ പഠിക്കണോ? എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ പൊതുവേ കേട്ട് വരുന്ന ഒന്നാണ് രാവിലെ പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നല്ലതായിരിക്കാം, വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പക്ഷേ രാത്രി പഠിക്കുന്ന ഒരാളാണെങ്കിൽ രാത്രി തന്നെ പഠിക്കുക. അയാൾ ഒരിക്കലും രാവിലെ പഠിക്കാൻ നോക്കരുത്. കാരണം ഇനിയൊരു റുട്ടീൻ ചേഞ്ചിനുള്ള ടൈം നമുക്കില്ല. രാവിലെ പഠിക്കുന്ന ആളാണെങ്കിൽ രാവിലെ പഠിക്കുക, അയാൾ രാത്രി ടൈമിന് കിടന്നുറങ്ങുക, എന്നിട്ട് രാവിലെ നേരത്തെ എണീച്ച് പഠിക്കാം. സോ ഇനിയൊരു റുട്ടീൻ ചേഞ്ചിലേക്ക് നിൽക്കരുത്. നിങ്ങളെ ടൈം ഏതാണോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഷോർട്ട് ട്രിക്കാണ്. അതായത് നിങ്ങളിപ്പം ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിസിക്സിനും കെമിസ്ട്രീനും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിൻ്റെയും ഇക്വേഷൻസ് വേറൊരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഈ ഇക്വേഷൻ ബുക്സ് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുറേ അങ്ങോട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ഇക്വേഷൻസ് ഒക്കെ മറന്നു പോകുന്നുണ്ടാവും. സോ ഇത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് തലക്ക് കയറുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. നമുക്കറിയാം ചൂട് കാലമാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടയേർഡാവും. സോ എല്ലാവരും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക. പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഉറക്കം. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്, പക്ഷേ ഉറക്കം ഓവർ ആവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ബോറടിക്കുന്ന സമയത്ത് ചെറിയ ബ്രേക്ക് എടുക്കുന്നതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല. നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി കൂടും, പക്ഷേ ബ്രേക്കും കൂടുതലാവരുത് കേട്ടോ. സോ ഇതൊക്കെയാണ് എനിക്ക് ഡെയിലി റുട്ടീനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും നീറ്റ് മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യുക എന്നുള്ളത് എക്സാം എഴുതുന്നത്രോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം, അത് ചുരുട്ടി കളയരുത്. എക്സാം പേപ്പർ എന്തായാലും അനലൈസ് ചെയ്യണം, വിത്ത് ആൻസർ കീ അനലൈസ് ചെയ്യണം, എവിടെയാണ് തെറ്റിപ്പോയെന്നൊക്കെ പഠിക്കണം. സോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് എന്തുണ്ടാക്കണം? ടൈം ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ ടൈം ടേബിൾ വെച്ചിട്ട് നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല മെഡിക്കൽ കോളേജിൽ തന്നെ MBBS അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ് നീറ്റ് ആസ്പിരൻസ്. താങ്ക് യു. Target Learning App, Kerala's most trusted learning partner.